78 തന്നെ എനിക്ക് നല്ലൊരു സൗദി പാർട്ണറെ കിട്ടി. അതായത് എല്ലാം ഞാൻ ഈശ്വരവിശ്വാസമാണ്. ഈശ്വര കാരണം കൊണ്ടാണ് എല്ലാം. ആദ്യം 50 ആൾക്കാർ വെച്ചാണ് ബിസിനസ് തുടങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ 25,000 ആൾക്കാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഗ്യാസ് ആൻഡ് ഓയിൽ ഫീൽഡാണ്, പെട്രോകെമിക്കൽ. ഇതിലാണ് ഞങ്ങളുടെ മെയിൻ ബിസിനസ്. ഇന്ത്യക്ക് വെളിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനം ഞങ്ങളുടെ കമ്പനിയാണ്. 50 പേരിൽ നിന്നാണ് താങ്കൾ സൗദിയിൽ ആദ്യത്തെ സ്ഥാപനം തുടങ്ങിയത് എന്ന് പറഞ്ഞു. ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ 25,000 തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വളർച്ച ഘട്ടം ഘട്ടമായി ഒന്ന് വിവരിക്കാമോ? 78-ൽ ഞങ്ങൾ ആദ്യമായി തുടങ്ങിയത് ദഹ്റാൻ എയർബേസിലെ മിലിറ്ററി ജോബാണ്. അതും തുടങ്ങി 100, 150, 200 ആൾക്കാരായി. അപ്പോഴാണ് ഈ റോയൽ ടെർമിനൽ റിയാദ് ആദ്യമായിട്ട് ഏറ്റവും വലിയ എയർപോർട്ട് ഉണ്ടാകുന്നത്. ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ടെന്ന് പറയുന്നത് എനിക്ക് ശരിക്കറിഞ്ഞൂടെ. അതാണ് തുടങ്ങിയത്. അന്ന് ഇത് വളരെ പ്രസ്റ്റേജ് ജോബാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റിലേക്ക് മാറിയത്. ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റത്തത് പ്രത്യേക നല്ല അറിവുള്ള ആൾക്കാർക്ക് മറ്റേ ഞങ്ങളുള്ളൂ. അതിനാദ്യമായിട്ട് ഞങ്ങൾ കൊറിയൻ എഞ്ചിനീയേഴ്സിനെ എംപ്ലോയ് ചെയ്ത് നമ്മൾക്ക് ട്രെയിൻ ചെയ്താണ് നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയത്. ഇപ്പം ഖത്തറിലെ റാസ് ഗ്യാസ്, ഖത്തർ ഗ്യാസ് ഇതിലെല്ലാം മെയിൻ വർക്കുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സൗദിയിലെ സാബിക്കിന്റെ കംപ്ലീറ്റ് ആറാംകോ ഇതിലാണ് ഞങ്ങൾ മെയിൻ ജോബുകൾ ചെയ്യുന്നത്. ലോകത്തെ വേൾഡിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനീസ് എക്സോ മൊബൈൽ, അതാണ് നമ്പർ 1. ഷെല്ല്, ടോട്ടൽ, ഇതിലൊക്കെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇത് സാധാരണ ആർക്കും പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല. നല്ല ഹൈലി ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് ഉള്ള ഫൈനാൻസ് സാമ്പത്തികമുള്ള ആൾക്കാരെ മാത്രമേ ഇതിൽ എടുക്കുകയുള്ളൂ. അങ്ങനെ അതിൽ വർക്ക് ചെയ്യാൻ കിട്ടുക വളരെ സന്തോഷമാണ്. ഇപ്പം നമുക്ക് ഈ ചാൻസ് ഉണ്ട്. ലോകത്ത് ഇഷ്ടം പോലെ പല സ്ഥലത്തേക്കും, ഗൾഫിൽ മാത്രമല്ല, സിംഗപ്പൂരിലേക്ക് വിളിക്കുന്നുണ്ട്, മലേഷ്യയിലേക്ക് വർക്ക് ചെയ്യാൻ വിളിക്കുന്നുണ്ട്, ഇവൻ സ്റ്റേറ്റിൽ വരെ വർക്ക് ചെയ്യാൻ നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നില്ല, ചില സമയക്കുറവുണ്ട്. ഇപ്പം സൗദി അറേബ്യയിലും ഖത്തറിലും വളരെ വളരെ ബൂമാണ്. അപ്പം കുവൈറ്റിൽ ഇഷ്ടം പോലെ ഇപ്പൊ ബൂം പീരീഡാണ്. വർക്കിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന മെയിൻ ജോബ് എന്ന് വെച്ചാൽ റാസ് ഗ്യാസിന്റെ ഏറ്റവും വലിയ ജോലി ചെയ്യുന്നുണ്ട്. QCS പെട്രോളിയത്തിന്റെ ജോലി ചെയ്യുന്നുണ്ട്. സാബിക്കിന്റെ എത്തിലിൻ ക്രാക്കർ, PDH ഒരുപാട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 25,000 ആൾക്കാർ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് ഇന്ത്യൻസ് ഉണ്ട്, പിന്നെ ഫിലിപ്പീൻസ് ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, അമേരിക്കൻസ് ഉണ്ട്, കൊറിയൻസ് ഉണ്ട്. യുണൈറ്റഡ് നേഷൻസ് ആണ് ഞങ്ങളുടെ കമ്പനിയിലെ ആൾക്കാരെല്ലാം. ഈ വർഷം തന്നെ ഈ കൂടുതൽ ഇന്ത്യയിൽ നിന്നും മിനിമം ഈ 2007-ൽ 6,000 ആൾക്കാരെ കൂടെ ജോലി കൊടുക്കാൻ പോവാണ്. പിന്നെ ഇന്ത്യയിൽ മാത്രം മൊത്തം 10,000 ആൾക്കാരാണ് ഈ വർഷത്തെ പ്രോഗ്രാം. അത്രയും വർക്കുകൾ വരുന്നുണ്ട്. 6,000 ആൾക്കാർ കൂടെ ജോലി കൊടുക്കും. ഞങ്ങളുടെ ഒരു പ്രത്യേകത വെച്ചാൽ വന്ന ആൾക്കാർ 10-15 വർഷം ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. 2 വർഷമായിട്ട് പോകുമല്ല, വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷമായിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങളോട് ജീവിക്കുന്നത്. അവരാണ് ഞങ്ങളുടെ നട്ടല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വരുന്ന ആൾക്കാർ ഇപ്പൊ 25,000 ഈ വർഷമാണ്. ഇത് അടുത്തൊരു 10 വർഷത്തേക്ക് എനിക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. അത്രയ്ക്ക് വർക്കുകളുണ്ട്. അത് മെയിൻ കാരണം വർക്ക് കിട്ടാൻ കാരണം വെച്ചാൽ ഞങ്ങളുടെ റെപ്യൂട്ടേഷനാണ്. നാസർ അൽ ഖാലിദ് കോർപ്പറേഷൻ വെരി ബിഗ് റെപ്യൂട്ടേഷൻ ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ. നമ്മൾ വർക്കിന് നോക്കാൻ പോലില്ല, വർക്ക് നമ്മളെ തേടിയാണ് വരുന്നത്. അത്ര അതാണ്. അപ്പൊ ഞങ്ങൾ സെലക്ട് ചെയ്താണ് വർക്കുകൾ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്തൊരു 10 വർഷം കൂടി നമ്മുടെ ഇന്ത്യക്കാർക്ക് നല്ല സാധ്യതകൾ ഉണ്ടാകും, നല്ല വിശ്വാസം.